ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ആർട്ടിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. കൂടുതൽ ആക്യുറേറ്റ് ആയുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പം നമുക്ക് നോക്കാം. എന്താണ് നിങ്ങൾക്കുള്ള ഇന്നത്തെ ഗൈഡൻസ്. Nine of Wands, King of Cups, Ten of Pentacles, Moon, Lovers, Six of Cups. ബോട്ടം വന്നിട്ടുള്ള 3 of Pentaclesന്റെ എനർജിയാണ്. ഇതില് ഇന്നത്തെ ദിവസം നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുമായിട്ടോ, അതായത് ഒരു സ്പിരിച്വൽ കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ അവരുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടോ ഒക്കെ ഒരു ഔട്ടിങ്ങിന് പോണ ഒരു എനർജിയാണ് ആദ്യം തന്നെ കണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ അതിന് പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം, അങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ ഇതില് ആദ്യം കിട്ടിയുള്ള 9 of Wandsന്റെ എനർജിയാണ്. അപ്പോൾ ഇതിലൊരു കുറേ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഹീലിംഗ് നടക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. ഇതില് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ മാറുന്നു എന്നാണ് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് കുറേ ചോയ്സസ് ദൈവം തന്നതിന് ശേഷം അതിൽ റൈറ്റ് ചോയ്സ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. ഇതില് മാത്രമല്ല, ഒരു കാത്തിരിപ്പിന് ശേഷം നിങ്ങൾക്ക് വന്ന ഒരു നന്മ അങ്ങനെ പറയാം. പിന്നെ കുറേ കാലത്തെ കാത്തിരിപ്പിന് ശേഷം വന്ന ഒരു അനുഗ്രഹം എന്നൊക്കെ പറയാം. ഒരുപാട് സ്ട്രഗിള് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, ഒരുപാട് സ്ട്രഗിൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അത് ദൈവം ഒരു പുതിയ ഫേസിലേക്ക് അത് എൻഡാക്കി ഒരു പുതിയ ഫേസിലേക്ക് നിങ്ങളെ വിടുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇത് പക്ഷെ നിങ്ങൾ ബൗണ്ടറീസ് വെക്കണം കേട്ടോ. എല്ലാ ബന്ധങ്ങളിലും ഒരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും പഴയ പാറ്റേൺ തന്നെ ആവർത്തിക്കേണ്ടി വരും. അതെപ്പോഴും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. നിങ്ങൾ ഒരു ഇമോഷണൽ മെച്യൂരിറ്റി ഒക്കെ വരുന്ന ഒരു സമയമാണ്. വളരെ കാമായിരിക്കും നിങ്ങൾ ഇന്നത്തെ ദിവസം. കുറേ കാര്യങ്ങളൊക്കെ ഹീൽ ചെയ്തു. നമ്മുടെ ഉള്ളിൽ ഒരുപാട് വേദനകളൊക്കെ ഉണ്ട്, അത് നമുക്കറിയാം. എന്നാലും അതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നിട്ട് കാര്യമില്ല എന്ന് നമുക്ക് തോന്നും. അങ്ങനത്തെ ഒരു എനർജിയാണ് കാണുന്നത്. മാത്രമല്ല, ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. നമ്മൾ പാസ്റ്റിൽ ചിലപ്പം ഇമോഷൻ കൊണ്ടാണ് നിങ്ങൾ പല കാര്യങ്ങളും എടുത്തുകാരി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് നിങ്ങളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നു എന്നാണ് കാണുന്നത്. മാത്രമല്ല, ഇമോഷണലി ബാലൻസ്ഡ് ആയിരിക്കണം എന്നൊരു ഗൈഡൻസ് കൂടെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ നിങ്ങളൊരു മസ്കുലിൻ എനർജി സപ്പോർട്ട് ചെയ്യാൻ ഒരു ചാൻസും കൂടെ ഇതിനകത്ത് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ആയിരിക്കാം, ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം, അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ഇതില് 10 of Pentaclesന്റെ എനർജിയാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ ഇന്നത്തെ ദിവസം കിട്ടും എന്നാണ് കാണുന്നത്. ധാരാളം പണം നിങ്ങളിലേക്ക് വരും എന്നാണ് കാണുന്നത്. ചിലപ്പോൾ അത് നിങ്ങളുടെ ഫാമിലി പരമായിട്ട് എന്തെങ്കിലും ധനം കിട്ടാനുള്ള പൈസ നിങ്ങളിലേക്ക് കിട്ടും എന്ന് കാണുന്നുണ്ട്. ഈ നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഫിനാൻസ് വരുന്ന ഒരു എനർജിയാണ് കേട്ടോ കാണുന്നത്.
അത് അതിനു വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ പാസ്റ്റ് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു സമയം അത് വരും എന്ന് നിങ്ങൾക്ക് ഒരു ഉറപ്പുണ്ട്. കാരണം ഒരു വീട് വയ്ക്കുന്ന ഒരു എനർജിയോ ഒരു വാഹനം വാങ്ങുന്നതോ അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. പിന്നെ മൂൺ കാർഡാണ് വന്നിട്ടുള്ളത്. ഇപ്പം മൂണെന്ന് പറയുന്നത് മാനസികമായിട്ട് നമ്മളെ ഒന്ന് ഒരു അത്രയും നല്ലൊരു അവസ്ഥയിൽ കൊണ്ട് എത്തിക്കില്ല. മൂൺ വരുമ്പോൾ തന്നെ എന്തെങ്കിലും കാര്യങ്ങളൊന്നും നമുക്ക് ഒരു മാനസിക പ്രയാസം ഉണ്ടാകും. അപ്പോൾ കുറച്ച് ആൾക്കാർ ഇതിൽ ഓവർ തിങ്ക് ചെയ്ത് ഒന്നും ഒരു മാനസിക പ്രയാസത്തിലിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻഡ്യൂഷനായിട്ട് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഇൻഡ്യൂഷൻ വന്നാലും നമുക്ക് മാനസിക പ്രയാസം വരും കേട്ടോ. അപ്പോൾ നമുക്ക് ചിലപ്പം അയ്യോ ഇത് ഇങ്ങനെയല്ലേ സംഭവിച്ചതെന്ന് ആലോചിക്കുമ്പോൾ നമ്മളത് വിശ്വസിക്കാൻ പറ്റാതെ നമുക്കൊരു വിഷമം വരും. അങ്ങനെയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡ്രീമിലൂടെ അല്ലെങ്കിൽ യൂണിവേഴ്സൽ സൈനിലൂടെ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന സിമ്പിൾസിലൂടെയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സൈൻ കാണിക്കുന്നുണ്ടായിരിക്കാം. ഒരുപാട് അടയാളങ്ങൾ ദൈവം നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും. അതിന് നിങ്ങൾ ഇഗ്നോർ ചെയ്യാതിരിക്കുക. പിന്നെ ലവേഴ്സാണ്, ഒരു സോൾമേറ്റ് കണക്ഷൻ വരുന്നു എന്ന് പറയാം. ഒരു നിങ്ങൾ ആഗ്രഹിച്ച ഒരു വ്യക്തി അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. മാത്രമല്ല കുറച്ച് കോൺഫ്ലിക്റ്റ് ഉണ്ടായ ഒരാളായിരിക്കാം ഇത്. നിങ്ങളുമായിട്ട് ഒരുപാട് കോൺഫ്ലിക്റ്റ് ഉണ്ടായി, പിന്നെ നിങ്ങളിൽ നിന്ന് മാറിപ്പോയി വീണ്ടും എന്തോ ഒരു ഇതിന് വേണ്ടിയിട്ട് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്ന് കാണുന്നുണ്ട്. ഒരു സ്നേഹവും പ്രണയവും ഒക്കെ ഉണ്ടാകാം. ചിലപ്പോൾ ഇത് സുഹൃത്തുക്കൾ തമ്മിലുള്ള റിലേഷൻഷിപ്പും ആകാം കേട്ടോ. പക്ഷേ നമ്മൾ അതും ഒരു ബൗണ്ടറി വയ്ക്കാൻ ശ്രമിക്കാം. നമ്മൾ അപ്പോൾ അവർ തിരിച്ചു വന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പഴയതിനേക്കാളും താണു അങ്ങോട്ട് അവരുടെ അടുത്ത് പോകരുത്. നമുക്ക് നല്ല സ്നേഹമായിട്ട് തന്നെ പെരുമാറാം. പക്ഷെ ഒരു ബൗണ്ടറി അത്യാവശ്യമാണെന്നാണ് കാണുന്നത്. 6 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഇതും ഒരു പാസ്റ്റിൽ നിന്നുള്ള ഒരാൾ വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന എനർജിയാണ്. അപ്പം ചിലപ്പോൾ ചില ആൾക്കാർ നിങ്ങൾ പാസ്റ്റിൽ താമസിച്ചിരുന്ന ആ വീട്ടിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ആ സ്ഥലത്തിലേക്ക് വീണ്ടും ഒന്ന് പോവുകയൊക്കെ ചെയ്യുന്നു. ചില ആൾക്കാർക്ക് പാസ്റ്റിലെ കുറേ മെമ്മറീസ് വീണ്ടും നിങ്ങൾക്ക് പോകുന്നു. ആ മെമ്മറീസ് നിങ്ങൾക്ക് വരുന്ന ഒരു എനർജി ആകാം. പക്ഷെ നിങ്ങൾ അവിടെ സ്റ്റക്കായി നിൽക്കാതിരിക്കുക. ചില പാസ്റ്റ് മെമ്മറീസ് ചില ആൾക്കാർക്ക് വരുന്നത് ഒരു പെയിൻഫുൾ ആയിട്ടുള്ള മെമ്മറീസ് ആണ്. ചില ആൾക്കാർക്ക് മാത്രമാണ് വളരെ ഹാപ്പിനെസ് തരുന്ന മെമ്മറീസ് ഉള്ളത്. അപ്പം നമ്മളത് മനസ്സിലാക്കുക, രണ്ടും മനസ്സിലാക്കുക, എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കുക. നമുക്കിനി ഓറക്കിൾ കാർഡിൽ നിന്ന് നമുക്ക് ഇത് എടുക്കാം, മെസ്സേജ് എടുക്കാം. എന്താണ് ഈ ഒരു സമയം ഓറക്കിൾ കാർഡ് പറയുന്നത് നോക്കാം. റക്കൂൺ ആണ് വന്നിട്ടുള്ളത്. റക്കൂൺ, പാന്തർ, ഒരു കാർഡ് കൂടെ എടുക്കാം. എർത്ത് വേം. ഇത് നിങ്ങളുടെ ചുറ്റുമുള്ള കുറേ ആൾക്കാർ എല്ലാവരും ഒരു സിൻസിയർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കാൻ സാധ്യതയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ജെന്യൂൻ ആയിരിക്കണമെന്നില്ല. ഒരു മാസ്ക് വെക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത്. അപ്പം അത് നമ്മളൊന്ന് അത് ഒന്ന് ശ്രദ്ധിക്കുക ഇന്നത്തെ ദിവസം. ചില ആൾക്കാർ നമ്മളോടൊരു മാസ്ക് വെച്ചിട്ട് അവരുടെ ഉള്ളിലൊന്ന് പുറത്തുനിന്നുള്ള രീതിയിൽ പെരുമാറിയേക്കാം. അപ്പം നമ്മളത് ഇന്നത്തെ ദിവസം ഒബ്സർവ് ചെയ്യുക. ഇത് ഈ ഒരാളുടെ ഇൻറ്റൻഷൻ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചില ആൾക്കാർക്ക് ഹിഡൻ ഇൻറ്റൻഷനുള്ള ആൾക്കാർ ഉണ്ടാവാം നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ അവരുടെ ഇൻറ്റൻഷൻ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നാണ് കാണുന്നത്. പിന്നെ മാത്രമല്ല നിങ്ങളുടെ കൂടെയുള്ള ആരെങ്കിലും നിങ്ങളോടുള്ളൊരു ട്രൂ ഫീലിംഗ്, കാരണം ഇതിനകത്ത് ഒരു മാസ്ക് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോടുള്ള ഒരു ട്രൂ ഫീലിംഗ് അവർ ഇത് മറച്ചു കളയും എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷനെ ഷാർപ്പാക്കി വെക്കണം ഇന്നത്തെ ദിവസം. നമ്മൾ അത് വിട്ടുകളയരുത്. എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ തോന്നിയാലും വിട്ടുകളയാതിരിക്കുക. ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. എന്തായാലും നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇപ്പം ആർക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റൂല. പക്ഷെ എന്നാലും നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരു ബൗണ്ടറി വെച്ചിട്ട് തന്നെ ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് ഒരു ബൗണ്ടറി വെച്ച് നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. കൂടുതലങ്ങ് ഓപ്പൺ ആകാൻ പാടില്ല.
നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരോട് പറയാൻ പാടില്ല. ഒരു ഹെൽത്തി ബൗണ്ടറി എപ്പോഴും സെറ്റ് ചെയ്ത് വെക്കുക. അല്ലാതെ കൂടുതൽ നമ്മളിപ്പോൾ സ്നേഹമായിട്ടിരിക്കുന്നു എന്ന് വെച്ചിട്ട് നമ്മുടെ എല്ലാ രഹസ്യങ്ങളും മറ്റൊരാളിനോട് പറയാൻ പാടില്ല. കാരണം പിന്നീട് നമ്മൾ അവരെ ഭയപ്പെടേണ്ടി വന്നേക്കാം. നമ്മുടെ രഹസ്യങ്ങൾ മറ്റൊരാൾ അറിഞ്ഞാൽ നമ്മൾ അപ്പം മുതൽ ആ ഒരാളിനെ നമ്മൾ ഭയപ്പെട്ട് തുടങ്ങണം എന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ പാന്തറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ശരിക്കും ഒരു പ്രൊട്ടക്ടർ എനർജിയാണ് പാന്തർ എന്ന് പറയുന്നത്. ഇതില് ഒരു ചിലപ്പോൾ നിങ്ങൾക്കൊന്ന് ഒരു പേടി വരുന്നൊരു സിറ്റുവേഷൻ, ചിലപ്പോൾ എല്ലാവർക്കും അല്ല കേട്ടോ, എല്ലാവർക്കും അല്ല, ഒരു പേടിപ്പിക്കുന്നൊരു കാര്യം ഇന്നത്തെ ദിവസം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നേക്കാം ചിലപ്പോൾ. നിങ്ങൾ വീക്കല്ലെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ അതുകൊണ്ട് അത് ഭയപ്പെട്ട് ഓടിക്കളയരുത്. എല്ലാവർക്കും അല്ല, ചില ആൾക്കാർക്കാണ് കേട്ടോ ഒന്ന് പേടി തോന്നാനുള്ളൊരു സിറ്റുവേഷൻ വരാമെന്നാണ് കാണുന്നത്. പിന്നെ നിങ്ങൾ നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട സ്ട്രെങ്ത് നിങ്ങളിൽ തന്നെ ഉണ്ടെന്നാണ് ഈ പാന്തർ പറയുന്നത്. നിങ്ങൾ പുറത്തൊന്നും സ്ട്രെങ്ത് തേടി പോകേണ്ട ആവശ്യമില്ല, ഗൈഡൻസ് തേടി പോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആ സ്ട്രെങ്ത് നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഇതൊരു കറേജിൻ്റെ എനർജിയാണ്. പിന്നെ അതെന്ന് വെച്ചാൽ ഈ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഒരു ഒരു സ്പിരിച്വൽ പ്രൊട്ടക്ഷനാണ് കേട്ടോ നിങ്ങൾക്ക് ഉള്ളത്. അപ്പം നിങ്ങളുടെ സൈലന്റ് പവർ എന്താണ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇന്ന് നിങ്ങൾ എന്തെങ്കിലും പേടി വന്നാലും നിങ്ങൾ ഓടാതെ അതിനെ ഫേസ് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ് കേട്ടോ. കാരണം ഒളിച്ചോടാതിരിക്കുക. പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് എർത്ത് വോമാണ്. അപ്പം ഈ എർത്ത് വോം എന്ന് പറയുന്നത് വളരെ പതിയെ റീബർത്തിലേക്ക് പോകുന്ന ഒരു ജീവിയാണ് എർത്ത് വോം. വളരെ പതിയെ, വളരെ സ്ലോലിയാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഹീലിംഗ് നടക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലായിരിക്കാം. ഹീലിംഗ് ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് നിങ്ങൾ ഹെവി ആയിട്ടുള്ള ഒരു ബർഡൻ ചുമക്കുന്നുണ്ടായിരിക്കാം, ഒരു പെയിൻ നിങ്ങൾ ക്യാരി ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾ വിചാരിക്കുന്നു അതിനൊരു മാറ്റവും ഇല്ലെന്ന്. പക്ഷേ അങ്ങനെയല്ല. എർത്തോം പറയണത് നിങ്ങൾക്ക് ഹീലിംഗ് നടക്കുന്നുണ്ട്, വളരെ സ്ലോലി അത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ക്ഷമയോടെ ഇരിക്കണം എന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ ക്ഷമ ആവശ്യമാണ് എന്നുള്ളതാണ് ഇതിൽ. നിങ്ങൾ ഇന്നത്തെ ദിവസം നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒന്ന് കാമായിട്ട് നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ, നമ്മളുടെ ചുറ്റുപാടുള്ള ശബ്ദങ്ങൾ, സ്മെല്ല്, ഇതൊക്കെ നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. നമ്മുടെ മുറ്റത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നമ്മളൊന്ന് നോക്കണം. നമ്മൾ ഇതുവരെ ചിലപ്പോൾ നമുക്കറിയാൻ പറ്റില്ല നമ്മളുടെ മുറ്റത്ത് ഇരിക്കുന്ന ചെടികൾ ഏതൊക്കെയാണെന്നോ, അത് പൂവിട്ടോന്നോ അതിന് മൊട്ട് വന്നോന്നോ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം നമ്മൾ ഈ ലോകത്തേ ഇല്ല. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക, നാച്ചുറുമായിട്ട് കൂടുതലൊന്ന് അടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് ശിവ ഉറക്കിൽ നിന്നൊരു ഗൈഡൻസ് മെസ്സേജ് നോക്കാം. എന്താണ് ഭഗവാൻ പറയുന്നത് നോക്കാം. എന്താണ് ശിവ ഉറക്കിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ് നോക്കാം. ഹോൾഡ് ഓൺ ആണ് വന്നിട്ടുള്ളത്. ഭഗവാൻ മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോയാണ്. അപ്പോൾ ഇതില് നിങ്ങൾ ഈ ഒരു സമയം ഇന്നത്തെ ദിവസം റിയാക്ട് ചെയ്യാതെ ഒന്ന് കാമായിട്ടിരിക്കുന്നതാണ് നല്ലത്. കാമായിട്ടിരുന്ന് ഒബ്സർവ് ചെയ്യാനാണ് ഭഗവാൻ പറയുന്നത്. നമുക്ക് ഇന്നത്തെ ദിവസം റിയാക്ട് ചെയ്യേണ്ട ഒരു ആവശ്യം ഇല്ലായിരിക്കാം. കാരണം കുറച്ച് ക്ഷമ വേണം എന്നാണ് കേട്ടോ. ഈ ഒരു സമയം നിങ്ങളുടെ ചുറ്റും ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു അവസ്ഥയിലാണ്. നിങ്ങൾ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക, ക്ഷമയോടെ ഇരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇന്ന് ഭഗവാൻ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് തരുന്നത്. സ്റ്റോപ്പ് ജഡ്ജിങ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നത് നിർത്തുക. അതങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, അതങ്ങനെ ആയിരിക്കും, അവരങ്ങനെ ആയിരിക്കും എന്നൊക്കെയുള്ള ചിന്തകൾ നിങ്ങൾ നിർത്തുക. നമ്മൾ സറണ്ടർ ചെയ്ത് കൊടുക്കുക. നമ്മൾ മിണ്ടാതിരിക്കുക. ഇന്നത്തെ ദിവസം നമ്മളിപ്പോൾ മിണ്ടാതിരുന്നപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് ഒരുപാട് കോൺഫ്ലിക്റ്റ് നടക്കും. നമ്മൾ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും. ജഡ്ജ് ചെയ്യാതിരിക്കുക. കാരണം നമുക്ക് അറിഞ്ഞുകൂടാ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ജഡ്ജ് ചെയ്യാതെ നമ്മൾ മിണ്ടാതെ ഇരിക്കണം, ഒന്ന് സമാധാനത്തിൽ ഇരിക്കണം എന്നാണ് കാണുന്നത്. അപ്പം ഇതാണ് ഇന്നത്തെ റീഡിങ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടാ. എൻ്റെ 2 അനിയത്തി കുട്ടികളുണ്ട്. ഒരാള് എറണാകുളത്ത് പറവൂര് മാഞ്ഞാലി റൂട്ടില് മക്കാനായി സ്റ്റോപ്പില് AS അപ്ഡേറ്റ്സ് ഫാമിലി ഫാഷൻ വേൾഡ് എന്ന് പറയുന്നൊരു ഷോപ്പ് നടത്തുന്നുണ്ട്. ഇത് 2 പേരുണ്ട് കേട്ടാ, ഷെമിയും ആമിയും.
അപ്പം ഇവര് സുഹൃത്തുക്കളാണ്. അപ്പൊ അവർക്ക് 2 ഷോപ്പുണ്ട്. അപ്പൊ നിങ്ങൾ ആ സ്ഥലത്താണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ ഷോപ്പിലൊന്ന് കയറി നോക്കണം കേട്ടോ. കാരണം 2 കുടുംബങ്ങളുടെ പ്രാരാബ്ദം കൊണ്ടു കിടക്കുന്ന 2 കുട്ടികളാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് പ്രത്യേകിച്ചൊരു ഷോപ്പിലല്ല പോകേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതുവഴി പോകുന്ന സമയത്ത് പറവൂരാണ്, മാഞ്ഞാലി റൂട്ടില് മക്കാനായി സ്റ്റോപ്പ് അവിടെയാണ് കേട്ടോ. അപ്ഡേറ്റ്സ് ഫാമിലി ഫാഷൻ വേൾഡ് എന്നാണ് ആ ഷോപ്പിന്റെ പേര്. തുണിക്കടയാണ്. നിങ്ങൾക്ക് ജസ്റ്റ് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രസ്സ് എടുക്കാൻ എപ്പോഴെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേരൊന്ന് മനസ്സിൽ വെച്ചേക്കണം കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കയറാമല്ലോ. ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുക്കുക. അപ്പം ഫോഴ്സ്ഫുള്ളി അത് എടുക്കണം എന്നുള്ളതല്ല. പക്ഷെ നിങ്ങൾക്ക് അവിടെ ഒന്ന് കയറി വെക്കും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യണം കേട്ടോ. പിന്നെ ആമി കാലിക്കറ്റാണുള്ളത്. കുമാരസ്വാമി റൂട്ടിൽ മച്ചക്കുളം സ്റ്റോപ്പിൽ ആ ഷോപ്പിന്റെ പേര് അപ്ഡേറ്റ്സ് ഫാമിലി ഫാഷൻ വേൾഡ് എന്നതാണ്. മറ്റേത് അപ്ഡേറ്റ്സ് ഫാമിലി ഫാഷൻ വേൾഡ്. ഇപ്പം ഈ രണ്ട് ഷോപ്പുകൾ നിങ്ങളൊന്ന് പറ്റുമെന്നുണ്ടെങ്കിൽ അതൊന്ന് കയറണം കേട്ടോ. അവിടെ ജസ്റ്റ് ഒന്ന് കയറി നിങ്ങൾ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക. ഒന്ന് കാലിക്കറ്റാണ്, ഒന്ന് പറവൂരാണ്. കാലിക്കറ്റ് കുമാരസ്വാമി റൂട്ടിൽ മച്ചക്കുളം സ്റ്റോപ്പിലാണ് ഇതുള്ളത് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കണേ. രണ്ടുപേരും എൻ്റെ അനിയത്തിമാരാണ്. അപ്പോൾ എല്ലാ അപ്ഡേറ്റ്സും പറഞ്ഞു തരുന്ന കുട്ടികളാണ്. അപ്പോൾ ഇത് ഇപ്പം നമ്മൾ വേറെ എവിടെയെങ്കിലും ഒരു ഷോപ്പിൽ പോകുമ്പോൾ ജസ്റ്റ് നമ്മളങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഒരു ഫാമിലി, അപ്പോൾ അവിടെ പോകുമ്പോഴത്തേക്ക് കുറേ അത് അവർക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ അവർക്ക് കിട്ടിക്കോട്ടെ അങ്ങനെ വിചാരിക്കുന്നു കേട്ടോ ഞാൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. എപ്പോഴും എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന, എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അങ്ങനെ അപ്പം അതുകൊണ്ട് പറഞ്ഞതാണ്, താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഗൈഡൻസ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ഇന്നത്തെ ദിവസം ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.